എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈദരാബാദിലെ ചാർമിനാർ പോലെ തന്നെ മറ്റൊരു അത്ഭുതമാണ് ഇവിടുത്തെ മെക്ക മസ്ജിദ്. കൂടുതൽ കാഴ്ചകൾ കാണാം. ചാർമിനാറിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് ചാർമിനാർ പോലെ തന്നെ ഹൈദരാബാദിലെ വളരെ പ്രശസ്തമായൊരു സ്മാരകമാണ് മക്ക മസ്ജിദ്. മക്ക മസ്ജിദിൻ്റെ കവാടത്തിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. പരിശോധനയ്ക്ക് ശേഷമേ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. ചാർമിനാറിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ അകലെയാണ് മക്ക മസ്ജിദ് ഉള്ളത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മോസ്കാണിത്. മെക്ക മസ്ജിദിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി അതിമനോഹരമാണ്. ൽ കുത്തബ് ഷാബി രാജവംശത്തിലെ 6ാമത്തെ രാജാവായിരുന്ന മുഹമ്മദ് ഷാബി കുത്തബ് ഷാ തറക്കല്ലിട്ടതാണ് ഈ മസ്ജിദ്. 77 വർഷമെടുത്ത് 1694 ഔറംഗസീബിൻ്റെ നേതൃത്വത്തിലാണ് പണി പൂർത്തിയാക്കിയത്. മസ്ജിദിൻ്റെ നിർമ്മാണത്തിനായി 8000 തൊഴിലാളികളെ നിയമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മുഹമ്മദ് കുത്തബ് ഷാ ഇസ്ലാം മതസ്ഥരുടെ പുണ്യസ്ഥലമായ മക്കയിൽ നിന്നും മണ്ണ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും പിന്നീട് അതുപയോഗിച്ചുണ്ടാക്കിയ കല്ലുകൾ കൊണ്ട് മസ്ജിദിൻ്റെ മധ്യകമാനം നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്നുമാണ് വിശ്വാസം. അങ്ങനെയാണ് ഈ മസ്ജിദിന് മക്ക മസ്ജിദ് എന്ന് പേര് വരാൻ കാരണം. ഒരേ സമയം 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ മസ്ജിദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നാണ്. മെയ് 18 ഹൈദരാബാദിനെ മാത്രമല്ല ഇന്ത്യയിൽ നടുക്കിയ ബോംബ് ബ്ലാസ്റ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. 16 പേർ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തുടർന്നുണ്ടായ പോലീസ് വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം അതീവ സുരക്ഷയാണ് ഇവിടെ. മൊബൈൽ ഫോണൊന്നും ഈ മസ്ജിദിൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല. ഏത് മതസ്ഥർക്കും ഈ മസ്ജിദിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം. മസ്ജിദിൻ്റെ തെക്കേ അറ്റത്തായി അസഫ് ഷാബി ഭരണാധികാരികളുടെ ശവകുടീരങ്ങൾ കാണാം. ഇത്രയൊക്കെയാണ് മക്ക മസ്ജിദിലെ കാഴ്ചകൾ. ഇനി ഞാൻ പോകുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഹൈദരാബാദി ബിരിയാണി കഴിക്കാനും ഷൗമഹല്ല പാലസ് കാണാനുമാണ് പോകുന്നത്. മെക്ക മസ്ജിദിൽ നിന്നും ഷൗമഹല്ല പാലസിലേക്ക് നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ പഴയകാല ഹൈദരാബാദ് നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഷൗമഹല്ല പാലസിലേക്ക് പോകേണ്ടത്. മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.